ഹലോ ഇറ്റ്സ് മീ തഫ്സിറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടുള്ളത്. അധിക പേരും ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവ ആപ്പിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ആ ഒരു A4 ഷീറ്റിലേക്ക് ഇപ്പോൾ ഫ്രെയിമൊക്കെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ A4 ഷീറ്റിലേക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ഫ്ലവർ അങ്ങനെയൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ആക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഓരോ ഫ്ലവറിനും ഒരു പിക്ചർ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് ബ്ലാക്കോ വൈറ്റോ ഒക്കെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ, സ്ക്വയർ ആയിട്ടും റെക്റ്റാങ്കിളൊക്കെ ആയിട്ട്. അപ്പോൾ അത് എങ്ങനെ റിമൂവ് ആക്കുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ പിൻട്രസ്റ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. അത് ഫ്ലവർ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ആക്കുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഫ്ലവർ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഫ്ലവറൊക്കെ ആഡ് ചെയ്യാൻ ഏത് ഫ്ലവറാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു ഫ്ലവർ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ 3 ഡോട്ട് ഉണ്ടാകും. അതിൽ ഡൗൺലോഡ് ഇമേജിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് ഗാലറിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് ഗാലറിയിൽ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ് കിടക്കുക. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ ചിലർക്ക് ഐഡിയ ഉണ്ടാവില്ല, ചോദിക്കുന്നവർക്ക് ഐഡിയ ഉണ്ടാവും. കണ്ടോ, ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഈ ഫ്ലവർ മാത്രം എങ്ങനെ കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രോമിലാണ് പോകേണ്ടത്. ക്രോമിൽ മുകളിൽ സെർച്ച് ബാറിൽ നമുക്ക് remove.bg ഇതിലെഴുതിയ പോലെ തന്നെ നമുക്ക് എഴുതി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ വരും remove.bg എന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സൈറ്റിലേക്കാണ് പോവുക. അതിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ആക്കേണ്ടത് വെച്ചാൽ അത് നമുക്ക് റിമൂവ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയോണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ മുകളിൽ ഇങ്ങനെ ആ ഒരു ഓപ്പൺ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള പോലെയാണ് കാണുക. പക്ഷെ നമ്മൾ ഗാലറിയിൽ ഞാൻ കാണിച്ചു തരാം ഗാലറിയിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഒക്കെ ഗാലറിയിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലാണ് കേട്ടോ ഇതൊക്കെ പോയി കിടക്കുക. അപ്പോൾ അതിൽ നോക്കിയാൽ കണ്ടോ, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഞാൻ ഇതുപോലെ സൈറ്റിൽ പോയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ളത്. കണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ A4 ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ക്യാൻവ ആപ്പാണ് ഞാൻ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. അതിൽ A4 ഡോക്യുമെൻ്റ് എന്ന് മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് A4 ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ താഴെ തന്നെ വരും, അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ബ്ലാങ്ക് പേജാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, ക്രിയേറ്റ് ബ്ലാങ്ക്. അപ്പോൾ ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബ്ലാങ്ക് പേജ് വരും. അതിൽ ഗാലറി താഴെ ഉണ്ടാവും ഒരു പ്ലസ് ഐക്കൺ. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറി ടെക്സ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഗാലറിയിൽ പോയിട്ട് നമ്മൾ നമ്മൾ റിമൂവ് ആക്കിയിട്ടുള്ള ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ വൈറ്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത് അറിയില്ല. അപ്പോൾ അതിന് നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ മാറ്റിയിട്ട് റെഡ്, ബ്ലൂ, വൈറ്റ് അതൊക്കെ നമുക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കൂടെ കാണിച്ചു തരാം. ആ ഒരു ഫ്ലവറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പ്ലസ് കണ്ടോ, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ 2 3 ഒക്കെ എടുക്കാം. ആദ്യമൊക്കെ അതിൻ്റെ താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഞാൻ ഇത് ശ്രദ്ധിച്ചത് കേട്ടോ, ഇങ്ങനെ മുകളിൽ പ്ലസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കതിൽ ഇപ്പോൾ ഫ്രെയിം വർക്കിനാണെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യാനായിട്ട് താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പല ഫോണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ അധികം യൂസ് ചെയ്യുന്നൊരു ഫോണ്ടാണ് താഴെ കാണുന്നത്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ വരും. എന്നിട്ട് നമുക്കതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോണ്ടിൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ താഴെ 2 ഫ്ലവറും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രെയിം വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ചെയ്യുമ്പോൾ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കാണും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ ജസ്റ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കളർ മാറ്റാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ താഴെ
പ്ലസ്സിലല്ല, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു സ്ക്വയറിൽ ഷീറ്റിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഇങ്ങനെ എന്താ കളർ കൊടുക്കാനുള്ളൊരു പാനൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ ഓരോ കളറും ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ ആ ഫ്ലവർ മാത്രം അവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കാണ്ടാണെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പോ റെക്റ്റാങ്കിൾ ഷേപ്പോ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സംഭവം. പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഫ്രെയിം വർക്കൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് നമ്മുടെ ഗാലറിക്ക് സേവ് ആക്കാം. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിൽ സേവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. remove.bg എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലാണ് കേട്ടോ കയറേണ്ടത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ ഡോക്യുമെൻ്റായി എങ്ങനെയാണ് അയച്ചു കൊടുക്കാമെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് ചിലർക്ക് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ആൾക്ക് അയച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ എടുക്കുക, അതിന് താഴെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ താഴെ നമ്മൾ ഗാലറിക്ക് പോകുന്ന ആ ഒരു ഭാഗത്തിന് ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെൻ്റ് എന്ന് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് പിക്ചർ അയച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവരുണ്ടാവും. എന്നാലും ഇരിക്കട്ടെ, അറിയാത്തവർക്ക് ഉപകാരപ്പെടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഇടായിട്ട് കുറേ അങ്ങനെ ഡൗട്ട് വരുന്ന കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് ക്ലിയർ കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A4 സൈസ് ഫ്രെയിമിന് A3 സൈസ് ഷീറ്റിലാണോ പ്രിൻ്റ് എടുക്കേണ്ടതെന്ന്. അതായത് ഇപ്പോൾ നമുക്കൊരു ഫ്രെയിം വർക്ക് A4ൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ A3 ഷീറ്റിൽ തന്നെ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. A4 ഷീറ്റ് ഉണ്ടാകുമോ എന്നായിരിക്കും അവരുടെ ഡൗട്ട്. അപ്പോൾ ഇതാണ് A3 ഷീറ്റ്. A3 ഷീറ്റ് എന്ന് പറഞ്ഞാൽ A4 രണ്ടെണ്ണം വെച്ചാൽ എങ്ങനെ, അതാണ് A3 ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് A4. അപ്പോൾ നമുക്ക് ഈ ലേസർ പ്രിൻറ്റിങ് മെഷീനിലൊക്കെ അധികം A3 ഷീറ്റിലാണ് വരിക. A3 ഷീറ്റിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്ത് എടുക്കുക. പിന്നെ A4ലും എടുക്കും. പക്ഷേ A4ൽ നമുക്ക് നല്ല ഇപ്പോൾ സേവ് ദ ഡേറ്റിനൊക്കെ നല്ല കട്ടിയുള്ള ഒരു പേപ്പർ ഷീറ്റ് വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള 300 GSMൻ്റെ ഒന്നും ഇതിൽ ഉണ്ടാവില്ല ലേസർ പ്രിൻറ്റിങ്ങിൽ A4 ഷീറ്റ്. അതിന് അപ്പോൾ നല്ല കട്ടിയുള്ളതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ A3 ഷീറ്റിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ A4ൽ, അതായത് A3ൻ്റെ പകുതിയാണല്ലോ A4, അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ A4 സൈസ് ആക്കുക. പിന്നെ നമ്മുടെ സാധാ A4 ഷീറ്റ് ഉണ്ടല്ലോ, അതിലും പ്രിൻ്റ് ചെയ്ത് കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ ഒരു A4 ഷീറ്റിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മൾ A4 ഷീറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഭയങ്കര തിക്നെസ് കുറവുള്ള ഒരു ഷീറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അധികം നല്ല കട്ടിയുള്ള ഷീറ്റ്, നല്ല ഭംഗിയുള്ള ഷീറ്റൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ 300 GSMൻ്റെ നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് എന്താ പറയുക A3 ഷീറ്റിൽ തന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. A4ൽ കിട്ടും. നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ പോയാൽ അവർ ആ ഒരു ലാമിനേഷൻ ചെയ്ത നല്ല A4ൽ അവർ തരുമായിരിക്കും. പക്ഷേ നല്ല റേറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് റേറ്റ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്താലും മതി കേട്ടോ. ഞാൻ ഇതുവരെ ആയിട്ട് A4 സൈസിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടില്ല. അധികം A3 ഷീറ്റിൽ പകുതിയാക്കി വെച്ച് കൊടുക്കലാണ്. എനിക്ക് അധികം 2 വർക്കാണ് അധികം ഉണ്ടാവുക. എനിക്കങ്ങനെ ഇതുവരെയായിട്ട് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗം ബാക്കിയുണ്ടെങ്കിൽ അവിടെ ഞാൻ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യലാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഫ്രെയിമിന് എത്രയാണെന്ന് ഇപ്പോൾ കുറേ ആയിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രെയിമിന് ഇതാണ് A4 ഫ്രെയിം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഇത് കണ്ടോ വീതി, അതായത് ഈ ഒരു ബോർഡർ ആ വീതി കുറവാണ്. അപ്പോൾ അതിന് കുറച്ച് വില കുറയും. അതായത് ഇപ്പോൾ ഇതിൽ കാണുന്ന ബ്ലാക്ക് ഉണ്ടല്ലോ, ഈ ബ്ലാക്കിന് 110 രൂപയാണ്, ഈ വൈറ്റിന് 120. ഓക്കെ, പിന്നെ ഈ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും അതായത് വീതി കുറവുള്ള ഫ്രെയിമിന്, അതായത് അതിൻ്റെ ആ ഒരു ബോർഡർ വീതി കുറവുണ്ടാവും. അപ്പോൾ അതിന് 5 രൂപ വെച്ച് കുറയും ചെയ്യും. അപ്പോൾ വൈറ്റിന് 120 ബോർഡർ വീതി ഉള്ളതിന്, പിന്നെ ബ്ലാക്കിന് 110 വീതി ഉള്ളതിന്. വീതി കുറവുള്ള ബ്ലാക്കിന് 105 രൂപയാണ് വരിക. അപ്പോൾ പല ഷോപ്പിലും പല റേറ്റും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ക്രാഫ്റ്റിനോടും ഫ്രെയിം വർക്കിനോടും സേവ് ദ ഡേറ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക്